ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം നമ്മെ കരുതുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തല്ലോ. നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തല്ലോ. ഒരു ചൊവ്വാഴ്ച ദിവസം കൂടെ നമുക്ക് ദൈവ വചനത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്രകാരം ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മനസ്സുകൊണ്ട് നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ പാടിയതുപോലെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, ക്രിസ്തു എന്ന ഇളകാത്ത മാറ്റമില്ലാത്ത ആ പാറയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ ഇന്നത്തെ നമ്മളുടെ ചിന്തകളും നമ്മുടെ പഠനവും നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു പുസ്തകമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചത്. നമ്മൾ ലേഖനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ 4 പേരുകൾ നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. ഒന്ന് പൗലോസ്, മറ്റൊന്ന് തീമോത്തിയോസ്, തിഹിക്കോസ്, എപ്പഫ്രാസ്. അപ്പോ ഈ 4 പേർക്കും ഇതിന്റെ പിന്നിൽ സുപ്രധാനമായ പങ്കുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ കൊലോസ്യ സഭയിലെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളാണ് ഈ ലേഖനത്തിന്റെ പിന്നിൽ എഴുതുന്നതിന് പശ്ചാത്തലമായിട്ടുണ്ടായത്. അതില് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ഒരു പ്രാരംഭമായിട്ടുള്ള ഒരു വന്ദനവും ഒരു നന്ദി പ്രകടനവും ഒക്കെയാണ് പൗലോസ് ആദ്യമേ തന്നെ നടത്തുന്നത്. അപ്പോൾ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം പൗലോസ് ആ ഒരു വന്ദനം ചൊല്ലുന്നതും അവർക്ക് വന്ദനം ചൊല്ലുന്നതും അതുപോലെ തന്നെ നന്ദി അർപ്പിക്കുന്നതും ഒക്കെ, അവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നതും ഒക്കെ നമുക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വീണ്ടും അതിന് തുടർച്ചയായിട്ട് നമ്മൾ 9-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ കൊലോസ്യ സഭയുടെ വാർദ്ധക്യമായിട്ടുള്ള പൗലോസിന്റെ ആ ഒരു പ്രാർത്ഥന, അല്ലെ, അവർ ആത്മീയ കാര്യങ്ങളിൽ അവർ മുൻപന്തിയിൽ വരണം, അവർ മുന്നോട്ട് വരണം എന്ന് പൗലോസ് വളരെ ആഗ്രഹിക്കുകയും, കാര്യം ഇതുവരെ പൗലോസ് അവരെ കണ്ടിട്ടില്ല എങ്കിൽ പോലും അവർ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരണം, ആത്മീയമായ പക്വതയിലേക്ക് അവർ കടന്നു വരണം എന്നുള്ളത് പൗലോസ് ഹൃദയപ്രകാരം അവരെ പ്രതി ആഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അവർ ഫലം കായ്ക്കണമെന്നും അവർ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെന്നും പരിജ്ഞാനത്തിൽ അവർ നിറഞ്ഞു വരണമെന്നും ദൈവഹിതം തിരിച്ചറിയണമെന്നും എല്ലാം ഉള്ള പൗലോസിന്റെ ഹൃദയപ്രകാരമുള്ള വാഞ്ച അത് ആ ഭാഗങ്ങളിൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ഇടയിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് 15-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിന്റെ പരമോന്നതത്വം, അവൻ എത്രത്തോളം വലിയവനാണ്, സകലത്തിനും മീതെ അവൻ എത്രത്തോളം അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് നമ്മൾ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ കൊലോസ്യ ലേഖനത്തിന്റെ ഒരു ഹൃദയഭാഗം എന്ന് നമുക്ക് ഈ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു സ്തുതിഗീതമാണ്. ക്രിസ്തുവിന്റെ ആ ഒരു ഉന്നതത്വം അതിനെ കണക്കാക്കിക്കൊണ്ട് ഉള്ള ഒരു സ്തുതിഗീതമാണ് അവിടെ പൗലോസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, ആരാണ് ക്രിസ്തു? ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അദൃശ്യനായ ദൈവം എന്താണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത്, യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ളത്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-ാമത്തെ വാക്യം നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. മാത്രമല്ല സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. എല്ലാ സൃഷ്ടിയുടെ മേലും പരമോന്നതമായ അധികാരം ക്രിസ്തുവിന് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അവൻ മുഖാന്തരമാണ് എല്ലാം ഉളവായിട്ടുള്ളത്. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 16-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സകലത്തിൻ്റെയും ആധാരം ക്രിസ്തുവാണ്. അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവനിലാണ്, അവനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം കിടന്ന് കറങ്ങുന്നത്. വേദപുസ്തകത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സർവവും കിടന്ന് ചുറ്റുന്നത് ക്രിസ്തു എന്ന ആ കേന്ദ്രത്തിൽ നിന്നുമാണ്. അപ്പോൾ കൊലോസ്യ സഭയില് മറ്റുള്ളതായ ദുരുപദേശങ്ങൾ കയറി വന്നപ്പോൾ വേറെ പലതിലേക്കും ക്രിസ്തു പോരാ, വേറെ പലതും ആവശ്യമാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് സഭയിലെ ചിലർ കടന്നു വന്നപ്പോൾ അതിന്റെ നടുവിൽ പൗലോസ് കൃത്യതയോടെ പറയുന്നു, അല്ല, ക്രിസ്തു പരമോന്നതനാണ്, അവൻ ഉന്നതനാണ്, അവനാണ് എല്ലാത്തിൻ്റെയും കാരണഭൂതം, അവനാണ് കേന്ദ്രം, അവനാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണവൻ, അല്ലെ? സകല സൃഷ്ടിക്കും ആദ്യജാതനാണവൻ. അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവനാണ് എല്ലാത്തിൻ്റെയും ആധാരമെന്ന് പൗലോസ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് പോന്നത്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകും. അപ്പോൾ ക്രിസ്തു എന്തെല്ലാമാണ് എന്ന് പൗലോസ് വ്യക്തമായിട്ട് വരച്ചു കാണിക്കുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണവൻ, സകല സൃഷ്ടിക്കും ആദ്യജാതനാണവൻ, അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്, സൃഷ്ടികർമ്മത്തിൽ അവൻ ഉണ്ട് എന്നുള്ളത് അവൻ പറയുന്നു. സകലത്തിൻ്റെയും ആധാരം ക്രിസ്തുവാണെന്ന് പറയുന്നു. ഇവിടെ അവൻ പറയുകയാണ് സഭ എന്ന ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു. ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നു, എല്ലാ മെസ്സേജുകൾ പോകുന്നതും എവിടെ നിന്നാണ്? തലയിൽ നിന്നാണ്. അതിൻ്റെ സിഗ്നൽസ് എല്ലാം പോകും. അതാണ് അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത്. എന്ന് പറയും പോലെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം ആകുന്ന സഭ, ആ സഭയുടെ തല ആരാണ്? ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. തലയില്ലെങ്കിൽ ജീവനില്ല, ക്രിസ്തു ഇല്ലെങ്കിൽ സഭയ്ക്ക് ജീവനില്ല. സഭയുടെ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സഭയുടെ തല. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുന്നു, സകലവും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ക്രിസ്തു അവൻ എല്ലാത്തിൻ്റെയും ആ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്നുള്ളത് ക്രിസ്തുവാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യനാണ് ക്രിസ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പുതിയ സൃഷ്ടിയുടെ ഉദ്ഘാടകൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ് അതിൻ്റെ ഉദ്ഘാടകൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 19-ാം വാക്യം, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും, അല്ലേ? അപ്പൊ സർവസമ്പൂർണത, പൂർണ്ണത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിനെ പ്രത്യേകമായി വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർവസമ്പൂർണത, എല്ലാത്തിൻ്റെയും പൂർണ്ണത, എന്തെല്ലാം ഘടകങ്ങൾ നമ്മൾ എടുത്തുവോ എല്ലാത്തിൻ്റെയും പൂർണ്ണത നമുക്ക് ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു എല്ലായിടത്തും അവൻ്റെ സാന്നിധ്യമുണ്ട്, എല്ലായിടത്തും അവൻ്റെ ശക്തിയുണ്ട്, അവൻ എല്ലായിടത്തും വസിക്കുന്നു. അവൻ സമ്പൂർണനാണ്. പെർഫെക്ഷൻ, കംപ്ലീറ്റ്നെസ്, പൂർണ്ണത എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കും. വേറെ ഒരു മനുഷ്യനില്ല,
ഒരു പ്രപഞ്ചത്തിലും ഒരു സൃഷ്ടിയിലും നമുക്ക് ഇതുപോലെ പൂർണ്ണത കാണാവുന്ന മറ്റൊന്നില്ല. ക്രിസ്തു അവൻ സർവ സമ്പൂർണനാണ്. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ നിരപ്പുണ്ടാക്കുന്നവനാണ്. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ നിരപ്പിച്ചത് ക്രിസ്തുവാണ്. നമ്മെ അതിലേക്ക് നിരപ്പിക്കുവാനായിട്ട് അവനാണ് കഴിഞ്ഞത്. സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. പിതാവിനൊരു കാര്യം ഇഷ്ടമായിട്ട് തോന്നി. അവൻ തൻ്റെ പുത്രനെ അയച്ച് അവൻ്റെ ത്യാഗത്താൽ, അവൻ്റെ മരണത്താൽ, അവൻ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമ്മോട്, മനുഷ്യരായ നമ്മളോട് ഒരു യോഗ്യതയും പറയാനില്ലാത്ത വെറും പൊടിയായ പുഴുവായ മനുഷ്യരോട് നിരപ്പിപ്പാൻ അവൻ ക്രിസ്തുവിനെ അവൻ്റെ രക്തം മൂലം അത് നൽകപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ക്രിസ്തു ആരാണ് എന്ന് പൗലോസ് വ്യക്തമായി അവിടെ പറയുകയാണ്. ഒരു സംശയമില്ലാതെ പൗലോസ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തു എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ളത് പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. സഭ എന്ന ശരീരം നോക്കിയാൽ, പ്രപഞ്ചത്തെ നോക്കിയാൽ, ഏതെല്ലാം മേഖലകൾ എടുത്താലും പൂർണ്ണത ക്രിസ്തുവിലാണ്. സകലവും അവനായിട്ടുള്ളതാണ്, സകലവും അവന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ 21 മുതലുള്ള വാക്യങ്ങൾ, 21, 22, 23 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ. എന്തായിരുന്നു നമ്മളുടെ പഴയ അവസ്ഥ? നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു? മുൻപേ ഉള്ള നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു നാം, ശത്രുക്കളായിരുന്നു. ദൈവത്തോട് എതിർത്ത് തിന്മ ചെയ്യുന്ന, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ കഴിയാതെ അന്യരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യന്റെ സ്ഥിതി അതായിരുന്നു. നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മളുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ നമ്മളുടെ പാസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന് നമ്മളുടെ ശരികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ ജീവിച്ചിരുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ അല്ലേ, നമുക്ക് 3 ടെൻസിലുള്ള കാര്യങ്ങൾ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഈ 3 കാര്യങ്ങളും നമുക്ക് ഈ 3 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളുടെ ഭൂതകാലം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ പാസ്റ്റ്, നമ്മളുടെ ഭൂതകാലം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതാണ് 21ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്തായിരുന്നു? നമ്മൾ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം ചെയ്ത ഒരു കാര്യം 22ാം വാക്യത്തിൽ നമുക്ക് 2ആയിട്ട് വിഭജിച്ചാൽ അതിന്റെ 2ാമത്തെ ഭാഗം ഇതാണ്: അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. എന്താണ് പ്രസന്റിൽ ദൈവം ചെയ്ത കാര്യം? എന്താ? നമ്മുടെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ അവൻ നമ്മെ നിരപ്പിക്കുകയാണ് ചെയ്തത്. അവൻ തൻ്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. എന്തായിരുന്നു നമ്മളുടെ അവസ്ഥ? അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. ആ സാഹചര്യത്തിൽ നാം എന്തെങ്കിലും ചെയ്തതാണോ? അല്ല, നമ്മളൊന്നും ചെയ്തതല്ല. ദൈവത്തിനൊരു കാര്യം പ്രസാദം തോന്നി. അവൻ പുത്രനെ അയച്ചു.
അവൻ രക്തം ചൊരിഞ്ഞു നമ്മെ തന്നോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് നമ്മിലുണ്ടായ കാര്യം എന്താ? വന്ന മാറ്റം എന്താ? 22 വാക്യത്തിന്റെ ആദ്യ ഭാഗം അതാണ്. അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് തന്നെ. നമ്മളുടെ അവസ്ഥ അപ്രകാരമായിരുന്നു. അതിന്റെ നടുവിൽ ക്രിസ്തു എന്ത് ചെയ്തു? അതുമൂലം നമുക്കുണ്ടായ, നമ്മിൽ വന്ന കാര്യം എന്താ? അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്തായി? നമ്മൾ വിശുദ്ധരായി. വിശുദ്ധി എന്ന പദത്തിന്റെ എന്തെങ്കിലും യോഗ്യത നമുക്ക് പറയാനുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധതയുടെ മുൻപാകെ നിൽപ്പാൻ മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? ജഡശരീരത്തിൽ ജീവിക്കുന്നവരായ നാം പാപത്തിന്റെ പ്രകൃതമുള്ള നാം എങ്ങനെയാണ് വിശുദ്ധി എന്ന പദത്തിന് അർഹരാകുക? അത് നമ്മൾ ചെയ്ത യാതൊന്നിന്റെയും മിടുക്കല്ല. അതിനുണ്ടായ ഒരു നന്മയുടെയും പ്രതിഫലമല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണ്. അകന്നവരായ ശത്രുക്കളായ അവൻ നമ്മെ വിശുദ്ധരാക്കി, നമ്മെ നിഷ്കളങ്കരാക്കി, കുറ്റമില്ലാത്തവരാക്കി. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. വിശുദ്ധ യോഗ്യതയുണ്ടോ? കുറ്റമില്ലാത്തവർ പറയാൻ സാധിക്കുകയോ? എന്നാൽ ഇതിന്റെ നടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് ദൈവത്തോട് നമ്മെ നിരപ്പിച്ചത്. അവന്റെ മുൻപാകെ നമ്മൾ നിൽക്കുന്ന, അവനിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ, പിതാവ് നമ്മെ കണക്കാക്കുന്നത് എങ്ങനെയാ? നമ്മെ വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായി മനുഷ്യരെ നിർത്തേണ്ടതിന് അവൻ തൻ്റെ ജഡശരീരത്തിൽ മരണത്താൽ അവൻ നമ്മെ ഓരോരുത്തരെയും നിർമ്മിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും, അവൻ ആരാണ് എന്നുള്ളത്, അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത്, ശരീരത്തിന്റെ തലയാണ് എന്നുള്ളത്, ക്രിസ്തു അവന്റെ പരമോന്നതാധികാരം, അവന്റെ പരമോന്നതി എത്രത്തോളം ഉണ്ട് എന്ന് പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 15-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ പരമോന്നതത്വം അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ 24-ാമത്തെ വാക്യം മുതൽ ആ അധ്യായത്തിന്റെ അവസാനം വരെ 29-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസിനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? എന്താണ് പൗലോസിന്റെ ദൗത്യം? എന്താണ് ഇത്? നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ശരീരത്തിൽ, എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. എന്താണ് പൗലോസ് ചെയ്യുന്നത്? പൗലോസ് ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവൻ ശുശ്രൂഷ നിർവഹിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ശുശ്രൂഷ എന്ന പദം അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമല്ല. പലപ്പോഴും നമ്മൾ അതിനുപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദം മിനിസ്റ്റർ എന്നുള്ളതാണ്. നമ്മളുടെ ഭരണകൂടത്തിലേക്ക് നോക്കിയാൽ, രാജ്യത്തിന്റെ ഭരണകർത്താക്കളിലേക്ക് നോക്കിയാൽ
മിനിസ്റ്റേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതൊരു പ്രൗഢിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ശുശ്രൂഷകൻ എന്നുള്ളത് അതൊരു സേവനമാണ്. പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കുകയാണ്. അവൻ ശുശ്രൂഷകളെല്ലാം അവൻ നിർവഹിക്കുകയാണ്. അതുമൂലം അവൻ എന്താണ് ഉണ്ടായത്? അവൻ അതിന് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അനേകം കഷ്ടാനുഭവങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു. ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അത് നിമിത്തം അവരെ ശുശ്രൂഷിക്കുക എന്നുള്ള പൗലോസിന്റെ കടമ നിമിത്തം അവർക്ക് വേണ്ടിയിട്ട് ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ ഒരുപാട് കഷ്ടാനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു. എങ്കിലും പൗലോസ് അതിലെല്ലാം സന്തോഷിക്കുക. ഇത് എഴുതുമ്പോൾ അവൻ ഒറ്റപ്പെട്ട് കാരാഗ്രഹത്തിൽ അവൻ പാർക്കുന്നു. എങ്കിലും ആ കഷ്ടാനുഭവങ്ങളിൽ പൗലോസിന് സന്തോഷിക്കാനായിട്ട് സാധിച്ചു. കാരണം അവൻ അത് കണക്കാക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്ന് അവൻ കണക്കാക്കി. ക്രിസ്തുവിന്റെ ത്യാഗത്തോട് അനുരൂപപ്പെടുന്നതായി അവൻ അതിനെയെല്ലാം ഏറ്റെടുക്കുകയാണ്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എന്ന് അവൻ അത് ഏറ്റെടുക്കുകയാണ്. സഭയെ ശുശ്രൂഷിച്ച പൗലോസ്, വിശ്വാസികളുടെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ച പൗലോസ്, അവന്റെ കഷ്ടാനുഭവങ്ങളിൽ അവൻ സന്തോഷിക്കും. പ്രിയമുള്ളവരെ, പൗലോസ് അവന്റെ ദൗത്യം, അവൻ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ് എന്നുള്ളത് ആ കൊലോസ്യ വിശ്വാസികളെ അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ തുടർന്ന് 26, 27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കൊലോസ് സഭയിലെ വിശ്വാസികളെ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു രഹസ്യമുണ്ട്, ഒരു മർമ്മമുണ്ട്. ആ മർമ്മം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്താണ് ആ മർമ്മം? എന്താണ് വെളിപ്പെടുത്തപ്പെട്ട ആ സത്യം? എന്താണ്? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ഹൃദയങ്ങളിൽ അവൻ വസിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. പഴയ നിയമ കാലഘട്ടത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ജനത്തിന്റെ ഇടയിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എങ്കിൽ, ഇപ്പോൾ ദൈവ സാന്നിധ്യം നമ്മളുടെ ജനത്തിന്റെ ഉള്ളിലാണ്, മനുഷ്യന്റെ ഉള്ളിലാണ് അവൻ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രകാശം നമ്മളുടെ അകത്താണ്. ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ ഒരു പ്രകാശമുണ്ട്. അതിനെ നാം മറയ്ക്കാതെ, മറവ് ചെയ്യാതെ അതിനെ പ്രകാശിക്കാൻ നാം അനുവദിക്കും. ആ പ്രകാശം നമ്മളുടെ ജീവിതത്തെ നയിക്കുവാൻ നാം വിധേയപ്പെട്ടു കൊടുക്കണം. സാധാരണയായി കപ്പലുകൾ സഞ്ചരിക്കുക പ്രകാശം വരുന്നത് നോക്കി, അതിനുള്ള ലൈറ്റ് ഹൗസസ് ഉണ്ടാവും. അതിന്റെ പ്രകാശം നോക്കിയാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. എന്നാൽ പ്രകാശത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് നോക്കേണ്ടതില്ല. ആ പ്രകാശം നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആ മർമ്മം വെളിവാക്കപ്പെട്ടിട്ടുള്ള, അത് മനസ്സിലാക്കാൻ സാധിച്ച നാം ഓരോരുത്തരും എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ
ആർക്കും സ്പർശിച്ചുകൂടാത്ത, അടുത്തുകൂടാത്ത ഒരു സീനായി പർവ്വതം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാം അടുത്ത് ചെന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തോടാണ്. അവൻ നമ്മെ അടുപ്പിച്ചു, അവൻ നമ്മെ നിരപ്പിച്ചു, ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിൽ കടന്നു വരുവാൻ നമുക്ക് വഴിയൊരുക്കി. അവൻ നമ്മെ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവൻ നമ്മെ കണക്കാക്കുന്നു, പരിഗണിക്കും. തുടർന്ന് നമ്മൾ 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും ബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. പൗലോസ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ് അവന്റെ ശുശ്രൂഷ? അവൻ ഈ കാര്യങ്ങൾ മനുഷ്യരെ അറിയിക്കുകയാണ്. മനുഷ്യനെ ക്രിസ്തുവിന്റെ മുമ്പിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നു, മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു. ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്: അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നു, അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസിന്റെ അധ്വാനം ഇതാണ്, അവന്റെ ശുശ്രൂഷ ഇതാണ് പൗലോസിന്റെ മിനിസ്ട്രി, അവന്റെ ദൗത്യം ഇതാണ്. ദൈവം ചെയ്തത്, ക്രിസ്തു ചെയ്തത്, മനുഷ്യനിലുണ്ടാക്കിയ രൂപാന്തരം എന്തെന്ന് അവൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. അത് അവൻ സ്വന്തം കഴിവിനാൽ ചെയ്യുന്ന ഒരു കാര്യമല്ല, സ്വന്തം കഴിവിനാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഈ ശുശ്രൂഷ എന്നുള്ളത് അവനിൽ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണമാണ് അവൻ അത് നിർവഹിക്കുന്നത്. അതിലൊരു ദൈവിക ശക്തിയുണ്ട്. ആ ശക്തിയുടെ ബലത്തിലാണ് പൗലോസിന് അത് ചെയ്യാൻ സാധിക്കുന്നത്. മനുഷ്യന്റെ കഴിവ് കൊണ്ടും മനുഷ്യന്റെ പ്രാപ്തിക്ക് കൊണ്ടും അത് ചെയ്യുന്നതിന് പരിധികളും പരിമിതികളും ഉണ്ട്. അവൻ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്, കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്, വിശ്വാസികൾക്ക് വേണ്ടി ഇത്രത്തോളം അധ്വാനിക്കാൻ അവന് കഴിയുന്നത്, ഇങ്ങനെ പ്രബോധിപ്പാനും ഉപദേശിപ്പാനും എല്ലാം അവന് സാധിക്കുന്നതിന്റെ പിന്നിലെ ശക്തി എന്താ? അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി. ക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ, അവൻ നമ്മിലേക്ക് വരുമ്പോൾ നമ്മിൽ നിന്നും ഫലം പുറപ്പെടും. അപ്രകാരം പൗലോസ് കർത്താവിനെ പ്രതി വിശ്വാസികളെ അവൻ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന്, ക്രിസ്തു മതിയായവനാണ്. അവനെ കവിഞ്ഞ് അതിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല. പൂർണ്ണത അവനിലാണ്, സമ്പൂർണത ക്രിസ്തുവിലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും അഡീഷണൽ ആയിട്ട് കൂട്ടിവെക്കേണ്ട യാതൊരു ഘടകവും ഇല്ല എന്ന് പൗലോസ് പറയുന്നു. 2, സുവിശേഷം വരുമ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കുന്നു. സുവിശേഷത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും ഫലം പുറപ്പെട്ടു വരുന്നു എന്നുള്ളത് നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥ ശുശ്രൂഷയുടെ നടുവിൽ കഷ്ടങ്ങളുണ്ട് എന്നും, എന്നാൽ ആ കഷ്ടങ്ങൾ ക്രിസ്തുവിനെ പ്രതിയുള്ള സന്തോഷമാണ് എന്നും പൗലോസിന്റെ അനുഭവത്തിൽ നിന്നും അവന്റെ ഉപദേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4-മത്തെ കാര്യം, അതെ, ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ള സത്യമാണ്. നമ്മളുടെ അടുത്തല്ല, നമ്മളുടെ മുൻപിലല്ല, നമ്മളുടെ പുറകിലല്ല, അവൻ നമ്മളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നിടത്താണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ചലനം. അതുകൊണ്ട് നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഇത്രയും പാഠങ്ങൾ നമുക്ക് അതിൽ നിന്നും
പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വന്ദനവും നന്ദിയും, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വളർച്ചയ്ക്കായിട്ടുള്ള പ്രാർത്ഥന, 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ക്രിസ്തുവിന്റെ പരമോന്നതത്വം, 24-ാമത്തെ വാക്യം മുതൽ 29-ാമത്തെ വാക്യം വരെ പൗലോസിന്റെ ദൗത്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് 1-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, 1-ാം അധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ പരമോന്നതത്വമാണ് നമ്മൾ കൂടുതലും കണ്ടത് എങ്കിൽ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ പൂർണ്ണനാണ്, അവൻ മതിയായവനാണ്, അതിലേക്ക് ഒന്നും ഇനി കൂട്ടിച്ചേർക്കാനില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് നമ്മൾക്ക് 2-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എടുക്കാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൊലോസ്യ സഭയെ കുറിച്ചുള്ള പൗലോസിന്റെ ആ ഒരു കൺസേൺ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ പൗലോസ് ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അത് നമുക്ക് 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് നേരിട്ട് ആ സഭയെ കണ്ടിട്ടില്ല എങ്കിലും, പൗലോസ് നേരിട്ട് ചെന്ന് നട്ട ഒരു സഭ അല്ലെങ്കിൽ പോലും അവരെ കുറിച്ചുള്ള വളരെ ആഴമായ ഒരു ആത്മഭാരം പൗലോസിന്റെ അകത്തുണ്ട്. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അവൻ അതിനെ പറ്റിയിട്ട് ഒരുപാട് കൺസേൺഡാണ്. അതൊരു പോരാട്ടമായി അവൻ കാണുന്നു. എത്ര വലിയ പോരാട്ടം! ആ പോരാട്ടം എന്നുള്ളത് പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം, സ്നേഹത്തിൽ ഏകീഭവിക്കണം, ഹൃദയങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകണം എന്നുള്ള പൗലോസിന്റെ അതിയായ വാഞ്ച നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഹൃദയപ്രകാരം അവർക്ക് ആശ്വാസം ലഭിക്കണമെന്നും സ്നേഹത്തിൽ ഐക്യതയിൽ അവർ മുന്നോട്ട് പോകണമെന്നും പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കയറെടുത്ത ആ കയറിൽ ഒരുപാട് നാരുകൾ ചേർത്തിട്ടാണ് ആ കയറുണ്ടാക്കുന്നത്. അത്രയും നാരുകൾ ഒരുമിച്ച് വരുന്നതാണ് ആ കയറിന്റെ ശക്തിയും ബലവും. എന്താണ് ഒരു സഭയുടെ ശക്തി? എന്താണ്? വിശ്വാസി ഐക്യതയോടെ നിൽക്കുന്നതാണ് സഭയുടെ ശക്തി. ഓരോ നാരുകളായിട്ട് നിന്നാൽ അത് വേഗത്തിൽ അറ്റുപോകും എന്ന് നമ്മൾക്ക് അറിയാം. അത് മനസ്സിലാക്കിയ പൗലോസ് അവരോട് സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ അതിൻ്റെ പിന്നിലുള്ള എൻ്റെ ആത്മഭാരം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങൾ ഐക്യമത്യപ്പെട്ടു പോകണം എന്നുള്ളത് പൗലോസ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. തുടർന്ന് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും എല്ലാത്തിൻ്റെയും ആ ഉറവിടം, ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന് പ്രകാരമുള്ള എല്ലാത്തിൻ്റെയും ആ ഒരു നിക്ഷേപം ക്രിസ്തുവിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ 3-ാം വാക്യം, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ജ്ഞാനം, പരിജ്ഞാനം ഇതെല്ലാം ആരിലായിരിക്കുന്നത്? ക്രിസ്തുവിലാണ് അതെല്ലാം ഇരിക്കുന്നത്. അത് ലോകത്തിന് വേഗത്തിൽ കണ്ടെത്താവുന്ന ഒന്നല്ല. അത് പലപ്പോഴും പലരുടെയും കാഴ്ചയ്ക്ക് നിഗൂഢമായിട്ട് അത് നിൽക്കും. അത് കാണണമെങ്കിൽ കണ്ണിന് പ്രകാശം ലഭിക്കണം. അത് ഗ്രഹിക്കണമെങ്കിൽ ഹൃദയത്തിന് പ്രകാശം ലഭിക്കണം. സകലത്തിൻ്റെയും ഉറവിടം ക്രിസ്തുവാണ് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. വീണ്ടും നമ്മൾ 4-ാം വാക്യത്തിലെ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. അപ്പൊ പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാര്യകാരണങ്ങളോട് കൂടെയാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആരും നിങ്ങളെ ചതിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്രത്തോളം ജാഗരിക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രത്തോളം പ്രാർത്ഥിക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രത്തോളം പോരാട്ടം കഴിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ വശീകരണ വാക്കുകളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പൗലോസ് അവരോട് പറയുന്നു. അപ്പോൾ ആ വശീകരണ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളത് അല്ല. അവിടെ പൗലോസ് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് കൊലോസ്യ സഭയിലെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞപ്പോൾ ചിന്തിച്ചതാണ്. ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാര്യമായ സ്വാധീനം സഭയ്ക്കകത്തേക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. ഗ്രീക്ക് തത്വചിന്തകൾ അത് സ്വാധീനം ചെലുത്താനായിട്ട് തുടങ്ങി. എന്നാൽ അപ്രകാരമുള്ള തത്വചിന്തകൾ വെറും വഞ്ചനയാണ് എന്നും അതിൽ ഒഴുകിപ്പോകരുത് എന്നും അതെല്ലാം ലോകത്തിന്റെ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് എന്നും ലോകത്തിന്റെ പാഠങ്ങൾക്ക് ഒത്തവണ്ണമാണ് എന്നും അതൊന്നും ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല എന്നും പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക. ശൂന്യമായ തത്വചിന്തകൾക്ക് പിന്നാലെ പോകരുത്. കാരണം അതിൻ്റെ ഉറവിടം മനുഷ്യനിൽ നിന്നാണ്. തൊട്ടു മുൻപ് നമ്മൾ വായിച്ചത് പരിജ്ഞാനത്തിന്റെ നിക്ഷേപം, അതിന്റെ ഉറവിടം എന്നുള്ളത് ക്രിസ്തുവാണ്. എന്നാൽ അതിനെ വിട്ടിട്ട് മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള, മനുഷ്യന്റെ സമ്പ്രദായത്തിനനുസരിച്ചിട്ടുള്ള തത്വജ്ഞാനങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങളെ ആരും കവർന്നു കളയരുത്, നിങ്ങളെ വഞ്ചിക്കരുത് എന്ന്
പൗലോസ് അവരോട് പറയുന്നു, അവനിൽ വേരൂന്നി ആത്മിക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കും. ശൂന്യമായ തത്വചിന്തകൾക്ക് പിന്നാലെ പോകരുത് എന്ന് പൗലോസ് അവരോട് വ്യക്തമായിട്ട് പ്രബോധിപ്പിക്കും. നമ്മിൽ നിന്നും ക്രിസ്തുവിനെ കവർന്നു കളയുന്നത് എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയിൽ നിന്നും കവർന്നു കളയുന്ന ഘടകം എന്താണ്? എന്താണ് നമ്മൾ ക്രിസ്തുവിനോട് അഡീഷണൽ ആയിട്ട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ? ഫലശൂന്യമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം, ലഭിച്ച ഉപദേശത്തിനൊത്തവണ്ണം നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിലാണ് എല്ലാ സമ്പൂർണതയും വസിക്കുന്നത്. 10-ാം വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് മറ്റൊന്നിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, മറ്റൊന്നിൻ്റെയും പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിലാണോ, അവനാണോ തല, എങ്കിൽ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. മറ്റൊന്നിന്റെ പിന്നാലെ പോകാതെ ക്രിസ്തുവിൽ നിലനിൽപ്പാൻ, ക്രിസ്തുവിൽ നടക്കുവാൻ, മാനുഷിക സമ്പ്രദായങ്ങൾക്ക് പിന്നാലെ പോകാതെ ക്രിസ്തു എന്ന ആ പൂർണ്ണതയിൽ നിലനിൽപ്പാൻ ഇവിടെ വിശ്വാസികളെ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും നമ്മൾ അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മരണത്തിലും ജീവിതത്തിലും ക്രിസ്തുവുമായുള്ള ഐക്യം എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് കാണാം. 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയാണ്, ഐക്യമത്യപ്പെടുകയാണ്. അവന്റെ മരണത്തോടും അവന്റെ ഉയർത്തെഴുന്നേൽപ്പോടും നമ്മൾ ഐക്യമത്യപ്പെടുകയാണ്. ശാരീരികമായ പരിച്ഛേദന, ജഡപ്രകാരമുള്ള പരിച്ഛേദന, അത് പഴയ നിയമകാലത്തിന്റെ ഭാഗമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ പരിച്ഛേദന ഏൽക്കുന്നത് പാപപ്രകൃതത്തോടാണ്. ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാതെ പരിച്ഛേദനയും ലഭിച്ചു. പാപത്തിന്റെ ആ ഒരു പ്രകൃതത്തിൽ നിന്നും വിട്ടുവന്നിട്ട് നമ്മൾ സ്നാനത്താൽ അവന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നമ്മൾ ഐക്യമത്യപ്പെടുന്നത് നമുക്ക് അവിടെ കാണാം. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം പറയുന്ന
നമ്മുടെ പാപങ്ങളുടെ എല്ലാം ഒരു പട്ടിക. എന്നാൽ അതെല്ലാം ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്താൽ അവൻ അതിനെയെല്ലാം ക്യാൻസൽ ചെയ്തു. അവൻ ക്ഷമിച്ചു. പാപങ്ങളുടെ ക്ഷമ അവൻ നമുക്ക് തന്നു. നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് അവൻ മായിച്ചു തന്നു. അവന്റെ ക്രൂശ് അതെല്ലാം നമുക്ക് നീക്കി തന്നു. അവൻ ശത്രുവിനെ തോൽപ്പിച്ചു. പിശാചിനെ അവൻ കുരിശിൽ അവൻ പരസ്യമായി അവനെ തോൽപ്പിച്ചത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, മരണവും ഉയർത്തെഴുന്നേൽപ്പും കർത്താവിന്റെ മരണത്താൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഒരു വിജയകരമായ ജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് 11 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ മരണത്തിലും ജീവിതത്തിലും ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇവിടെ പറയുകയാണ്. വീണ്ടും നമ്മൾ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് നിയമാനുഷ്ഠാനത്തിൽ നിന്നും വ്യാജമായ ആരാധനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. കൊലോസ്യ സഭയിൽ ഗ്രീക്കിന്റെ തത്വചിന്തകൾ പോലെ സഭയിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊന്നായിരുന്നു യഹൂദന്മാരുടെ നിയമാനുഷ്ഠാനങ്ങൾ. അതിനോടുള്ള അവരുടെ ചേർച്ച. 16-17 വാക്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. വ്യാജമായിട്ടുള്ള നിയമാനുഷ്ഠാനങ്ങൾ അപ്രകാരം പഠിപ്പിക്കുന്നവർ, യഹൂദ പാരമ്പര്യം പിന്തുടരണമെന്ന് ചിന്തിക്കുന്നവർ, പൗലോസ് പറയുന്നു ഇതെല്ലാം നിഴലാണ്, ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ എല്ലാം പ്രസക്തി പോയി എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. വലിയ പ്രകാശം വരുമ്പോൾ നിഴലുകളെല്ലാം മാറും. വലിയ പ്രകാശത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇരുട്ടും അന്ധകാരവും നിഴലും എല്ലാം മാറ്റപ്പെടും. ഉദയ സൂര്യൻ ഉദിച്ചു, ക്രിസ്തു ഉദിച്ചു. ആ വലിയ പ്രകാശം കടന്നു വന്നു. ബാക്കിയുള്ളതെല്ലാം, ആ ആചാരങ്ങളും നിയമാനുഷ്ഠാനങ്ങളും എല്ലാം അപ്രസക്തമായി എന്നുള്ളത് പൗലോസ് അവരെ ധരിപ്പിക്കുകയാണ്. 18-19 വാക്യങ്ങൾ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. നമ്മളിപ്പോ പറഞ്ഞ ആ പോയിന്റിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. വ്യാജമായ ആരാധനാ രീതി. കൊലോസ്യ സഭയിലേക്ക് അത് കയറി വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു പൗരസ്ത്യ രീതികൾ, പൗരസ്ത്യ ആത്മീയ രീതികൾ, അത് പലതും സഭയിലേക്ക് കയറി വന്നു. ദൂതന്മാരെ ആരാധിക്കുന്നു, സ്വന്തമായ ദർശനങ്ങളിൽ പ്രവേശിക്കുന്നു, ക്രിസ്തു എന്ന തലയിൽ നിന്നും തലയുമായിട്ട് ബന്ധമില്ലാതെ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലേക്കും ആരാധന രീതികളിലേക്കും ആ സഭയിലെ വിശ്വാസികൾ മെല്ലെ കയറാൻ തുടങ്ങി. പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ ആത്മീയത
അത് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തതൊന്നും ശരിയായ ആരാധനയല്ല. ആചാരങ്ങളും തെറ്റായ ആത്മീയ രീതികളും തെറ്റിച്ച് കളയാതെ ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ക്രിസ്തുവാകുന്ന തലയോട് ബന്ധമുള്ളവരായി നിങ്ങൾ നിൽക്കണം എന്നുള്ളത് പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നു. നിയമാനുഷ്ഠാനങ്ങളിൽ നിന്നും, യഹൂദന്മാർ പിന്തുടർന്നു വരുന്ന ആ നിയമങ്ങളിൽ നിന്നും, വ്യാജമായ ആരാധനാ രീതികളിൽ നിന്നുമൊക്കെ സ്വാതന്ത്ര്യമുള്ളവരായി സഭയിലെ വിശ്വാസികൾ നിലകൊള്ളണമെന്നുള്ളത് പൗലോസ് തൻ്റെ ആത്മീയ മക്കൾക്ക് അവൻ പ്രബോധിപ്പിക്കുകയാണ്, പറയുകയാണ്. വീണ്ടും 18-19 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. വീണ്ടും 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു കാര്യത്തിൽ നിന്നും സഭയിലെ വിശ്വാസികൾ സ്വാതന്ത്ര്യത്തോടെ നിൽക്കണം എന്നുള്ളത് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? മാനുഷികമായ ചട്ടങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യമുള്ളവരായി നിങ്ങൾ നിൽക്കണം. 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്ര. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. നിയമങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുന്നില്ല. നിയമങ്ങളല്ല ഒരുവനെ വിശുദ്ധീകരിക്കുന്നത്. അത് ജ്ഞാനമുണ്ട് എന്ന് ഒരു പ്രകടനമാണ് അത്. എന്നാൽ യഥാർത്ഥ ജ്ഞാനം എന്നുള്ളത്, യഥാർത്ഥ പരിജ്ഞാനം എന്നുള്ളത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അതിന് പുറമേയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും, പുറമേ നിന്നുള്ള പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ക്രിസ്തുവിലുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധി? ക്രിസ്തുവിലുള്ള ജീവിതമാണ് വിശുദ്ധി. ആചാരങ്ങൾക്ക് പിന്നാലെ പോകാതെ, അപ്രകാരമുള്ള ആരാധനയിലേക്ക് പോകാതെ നമ്മൾ ക്രിസ്തുവിലുള്ള ജീവിതത്തിന് മുൻഗണന കൊടുക്കുക, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, അവനെ ചേർത്ത് വയ്ക്കുക, അവനാകുന്ന തലയോട് അവൻ്റെ ശരീരമാകുന്ന നാം ചേർന്ന് നിൽക്കുക. ആ തലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൽപ്പനയും ആചാരവും ഒരു രീതിയും അത് യഥാർത്ഥ രീതിയല്ല, യഥാർത്ഥ ആത്മീയതയല്ല എന്ന് പൗലോസ് വ്യക്തമാക്കും. എന്താണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട്? ക്രിസ്തുവിൽ ഒന്നും മിസ്സിംഗ് ഇല്ല. ക്രിസ്തുവിൽ ഒന്നും മിസ്സിംഗ് ഇല്ല. അവൻ പൂർണ്ണനാണ്, സമ്പൂർണനാണ്. അവനില്ല എങ്കിൽ എല്ലാം ശൂന്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ ആരാധനയും നമ്മളുടെ കൂടിവരവുകളുമെല്ലാം ക്രിസ്തുവിൽ കേന്ദ്രീകൃതവും ക്രിസ്തു ആകുന്ന തലയോട് ചേർന്നതുമായിരിക്കാം. അതുകൂടാതെ ഉള്ള എല്ലാ പ്രാക്ടീസസ് അതൊന്നും വിലയുള്ളതല്ല, അതെല്ലാം ശൂന്യമാണ് എന്ന് പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവർ, അത് നമുക്കുമുള്ള പാഠമാണ്. നാം ക്രിസ്തുവിനോട് ചേർന്ന്, ആ തലയോട് ചേർന്ന്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തിയെ, ആ മഹിമാധനത്തെ, ക്രിസ്തു എന്ന ആ ധനം പ്രാപിച്ച് അപ്രകാരം ജീവിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നന്ദി കർത്താവ്. ദൈവമേ, നിന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയും.
ഞങ്ങൾ തെറ്റിപ്പോകാതെ, ഞങ്ങളുടെ സമീപനങ്ങൾ തെറ്റിപ്പോകാതെ, മനോഭാവങ്ങൾ തെറ്റിപ്പോകാതെ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി ആ പാറയിൽ ഉറച്ചു നിൽക്കാൻ, ഞങ്ങളുടെ ശ്രദ്ധയെ മറ്റൊന്നും മാറ്റിക്കളയാതെ ഞങ്ങൾക്ക് നിന്നിൽ കേന്ദ്രീകരിച്ച് നിൽപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ പഠനങ്ങളും ചിന്തകളും എല്ലാം അതിന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. കർത്താവേ, നിന്നെ കണ്ടെത്തിയതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധനം. നീ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, ആ പ്രകാശം ഞങ്ങളുടെ ഉള്ളിലാണ് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടെത്തൽ. കർത്താവേ, അതിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.